ബേപ്പൂരിൽ പി.വി. അൻവർ RSS ഡീലിന്റെ വിവരങ്ങൾ പുറത്ത്. BJP വോട്ടുകൾ വ്യാപകമായി UDF മറിച്ചു. ബേപ്പൂർ, ചെറുവണ്ണൂർ, കടലുണ്ടി, ഫറോക്ക് മേഖലകളിൽ ആണ് വോട്ട് മറിച്ചത്. 5000-ലധികം വോട്ടുകൾ BJP UDF നൽകിയിട്ടുണ്ട്. പി.വി. അൻവർ RSSുമായി ഡീലുണ്ടാക്കിയാണ് ബേപ്പൂരിൽ മത്സരിക്കാനെത്തിയെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇത് സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പി.വി. അൻവർ RSSുമായി ഡീലുണ്ടാക്കിയാണ് ബേപ്പൂരിൽ മത്സരിക്കാനെത്തിയതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇത് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മണ്ഡലത്തിൽ BJP വോട്ടുകൾ വ്യാപകമായി UDF സ്ഥാനാർത്ഥി പി.വി. അൻവറിന് മറിച്ചു. പഴയ ബേപ്പൂർ പഞ്ചായത്തിലെ 9, 33, 27, 35, 36, 37, 39, 50, 51, 53 ബൂത്തുകളിൽ BJP വോട്ടുകൾ UDF ലഭിച്ചു. പഴയ ചെറുവണ്ണൂർ പഞ്ചായത്തിലെ 99, 103, കടലുണ്ടിയിലെ 189, 203, ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ 138, 139, 140 ബൂത്തുകൾ ഉൾപ്പെടെ നിരവധി ബൂത്തുകളിൽ വോട്ട് മറിച്ചിട്ടുണ്ട്. BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു മത്സരിച്ച മണ്ഡലത്തിൽ RSS വോട്ട് മറിച്ചത് വലിയ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസിനെതിരെ പി.വി. അൻവറും BJP നേതാക്കളും നിരന്തരമായി വ്യക്തിഹത്യ നടത്തിയിരുന്നു. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്നും സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന PA മുഹമ്മദ് റിയാസിനെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു. ഇതൊക്കെ ഈ ഡീലിന്റെ ഭാഗമായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ബേപ്പൂരിന്റെ സമീപ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. അതേസമയം ജില്ലാ പ്രസിഡന്റ് മത്സരിച്ച ബേപ്പൂരിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വോട്ട് വർദ്ധിക്കാതിരുന്നതും വോട്ടുകൾ UDF മറിച്ചതും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ ഡീലിനെയും കുപ്രചാരണങ്ങളെയും എല്ലാം മറികടന്നാണ് LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് 7500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.